ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു. യുദ്ധത്തിന് വിരാമമിട്ടുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആ വെടിനിർത്തലിൻ്റെ ആയുസ് എത്രയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് കാരണം സയൻറ്റിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, സയൻറ്റിസ്റ്റ് ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം കരാറുകളിൽ അടിയുറച്ച് നിൽക്കുക അല്ലെങ്കിൽ കരാറുകളിൽ സത്യസന്ധത പാലിക്കുക എന്നത് അവരുടെ ചരിത്രത്തിലില്ല. അത്തരം കരാറുകളിൽ സത്യസന്ധതയും അല്ലെങ്കിൽ ജീവിതത്തിൽ സത്യസന്ധത പാലിക്കുന്ന ആളുകളായിരുന്നു അവരെങ്കിൽ ഒരിക്കലും ഇന്ന് ഫലസ്തീനിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. ഗസ കലുഷിതമാകില്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ആ ഏരിയകളിലൊന്നും ഉണ്ടാവില്ല. ഫലസ്തീനിൽ ഉണ്ടാകില്ല, ലബനാനിൽ ഉണ്ടാകില്ല, സിറിയയിൽ ഉണ്ടാകില്ല, അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ടാകില്ല. സിറിയയിലൊക്കെ പിന്നെ മറ്റു പല കാര്യങ്ങൾ കൊണ്ടും അസ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ ഈ രൂപത്തിലുള്ള സ്വഭാവം വെച്ച് പുലർത്തുന്ന സയനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ട് നിലവിൽ അവരുണ്ടാക്കിയ കരാറുകളിൽ അടിയുറച്ച് നിൽക്കുക, ആ കരാറിൽ വാക്ക് പാലിക്കുക എന്നത് സംഭവ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നല്ലെങ്കിൽ നാളെ അവർ ആ കരാർ ലംഘിക്കും. അപ്പോൾ ഈ സമയത്ത് ഒരു വിലയിരുത്തുന്നത് എൻ്റെതായ ഒരു അഭിപ്രായം പറയുകയാണ്. ഇപ്പോൾ ഈ നടന്ന ഈ യുദ്ധത്തിൻ്റെ ജയപരാജയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ അടിസ്ഥാനമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ജയവും പരാജയവും നഷ്ടങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് തീരുമാനിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നഷ്ടം ഇപ്പോൾ സംഭവിച്ചത് ഇറാൻ തന്നെയാണ് ഏറ്റവും നഷ്ടം സംഭവിച്ചത്. പക്ഷേ സർവ്വതലത്തിലും ഇതിനെ വിലയിരുത്തുന്ന സമയത്ത് ഇറാനൊരു മേൽക്കൈയുണ്ട്. അപ്പോൾ ഇറാനിന് ഇത്രയും നഷ്ടങ്ങൾ സംഭവിച്ചു. അപ്പോൾ നഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഷ്ടം നോക്കിയിട്ടല്ല എന്ത് ചെയ്യേണ്ടത്, യുദ്ധത്തിൻ്റെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ തന്നെയാണ് ജയം. കാരണം ഇറാനിന് സംഭവിച്ച നഷ്ടം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, സൈനികമായ നഷ്ടം, അതുപോലെ തന്നെ ആയുധപരമായ, അതായത് മിലിറ്ററി സംബന്ധമായ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആണവായുധം, ഈ തരത്തിലുള്ള അതിനൊന്ന് കേടുപാടുകൾ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിനെക്കാട്ടും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൈനിക കമാൻഡർമാർ ഒന്നൊന്നായി കൊല്ലപ്പെട്ടു. ഇതിനു മുമ്പ് ഇറാനിലെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ഹമാസിൻ്റെ നേതാക്കളെ ഇറാനിൽ വെച്ചിട്ടാണ് ഇസ്രായേൽ വധിച്ചത്. ഇങ്ങനെ തുടങ്ങി അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന, സാമ്പത്തിക നഷ്ടം വരുന്ന, സൈനിക നഷ്ടം വരുന്ന, സർവ്വതലത്തിലും പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നഷ്ടങ്ങളൊക്കെ ഇറാന് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇന്ന് ഈ കാണുന്ന തരത്തിൽ ഈ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇറാനൊരു മേൽക്കൈ ഇതിനുണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലുകൾ ലോകാടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിൽ കുറേ ചോദ്യങ്ങളും അതിലുണ്ട്. ചോദ്യങ്ങളെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇത്രയും ഉപരോധങ്ങൾക്കിടയിലാണ് ഇറാൻ കഴിഞ്ഞു പോകുന്നത്? കാലങ്ങളായി ഉപരോധങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് ഇറാൻ. ഇറാനിലെ ഭരണകൂടത്തെയോ ഇറാൻ്റെ ഭരണകൂടം പേറുന്ന ആശയധാരയോ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുക്കാനോ കൂടുതൽ പരസ്പരം സൗഹൃദം പങ്കിടാനോ കഴിയാത്ത തരത്തിലുള്ള ആശയങ്ങളാണ് അവിടെയുള്ള ആളുകൾ വെച്ച് പുലർത്തുന്നതെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത, ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത അത്ര വലിയ തിരിച്ചടികൾ ലഭിച്ച രാജ്യമാണ്, തിരിച്ചടികൾ കൊടുത്ത രാജ്യമാണ് ഇറാൻ. ആ നിലക്കാണ് ഇറാനെ കുറിച്ച് സംസാരിക്കുന്നത്. ആ ഇറാനെ ഈ ഉപരോധങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കിടയിലും ഇത്തരത്തിൽ ഒരു സൈനികമായ മേൽക്കൈ ഇപ്പോൾ വരാനുള്ളൊരു കാരണം എന്തൊക്കെയായിരിക്കും? ഞാൻ മനസ്സിലാക്കുന്നത്, ഈ ഇത്തരം ഉപരോധങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോഴും ഇറാൻ എന്തായാലും എല്ലാ രാജ്യങ്ങൾക്കും ഇൻ്റലിജൻസും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമല്ലോ. ആ തരത്തിൽ സ്വാഭാവികമായിട്ടും ഏതൊരു രാജ്യം ചിന്തിക്കുന്നത് പോലെ തൊട്ട് പരിസരങ്ങളിലുള്ള രാജ്യങ്ങളെല്ലാം കലുഷിതമാണ്. ലബനാൻ, സിറിയ, ഇറാഖ്, ഇങ്ങനെ തുടങ്ങിയ ആ പരിസരത്തുള്ള പല രാജ്യങ്ങളും ഇസ്രായേൽ കാരണം അല്ലെങ്കിൽ അമേരിക്ക കാരണം, ഇങ്ങനെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ കാരണം അങ്ങനെ കലുഷിതമായി കിടക്കുകയാണ്. ആ കൂട്ടത്തിൽ കുറച്ചെങ്കിലും സ്ഥിരതയുള്ള ഒരു രാജ്യമായിട്ട് ഇറാനാണുള്ളത്. ഇറാൻ ഇറാഖ് യുദ്ധത്തിന് ശേഷം ഉള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഇറാഖിനെ ചെയ്തതുപോലെ, സിറിയയെ ചെയ്തതുപോലെ, ലിബിയയെ ചെയ്തതുപോലെ നാളെ ഞങ്ങളെയും ചെയ്യും. ലിബിയ ഏരിയയിലല്ലെങ്കിലും അവരുടെയൊക്കെ അവസ്ഥ
ഞങ്ങൾക്കും വന്നു ചേരാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായും ഈ ഉപരോധങ്ങൾക്കിടയിലും അവർ അവരുടെ രാജ്യത്തിനകത്ത് നിന്ന് വളരാൻ ശ്രമിക്കും. ലഭ്യമായ എല്ലാ വസ്തുക്കളും എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ ഇറാൻ ഇന്ന് കാണുന്ന മിസൈൽ ശേഷി, ആയുധശേഷി, ഇതിൻ്റെയൊക്കെ പിന്നിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്ക, ഇസ്രായേലൊക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണ്? യൂറോപ്യൻ രാജ്യങ്ങളാണ്. അവരുടെ ഉപരോധം കാരണമാണ് ഇറാൻ ഇത്രയും സ്വന്തമായിട്ട് ആയുധങ്ങൾ വികസിപ്പിക്കാനും പ്രതിരോധ ശേഷി സ്വന്തം ഐഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് വർദ്ധിപ്പിക്കാനും വികസിപ്പിച്ചെടുക്കാനും സാധിച്ചിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ ഉപരോധം ഇല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ ആയുധം വാങ്ങി അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് മറ്റു വസ്തുക്കളൊക്കെ വാങ്ങി സൈനിക സന്നാഹം അല്ലെങ്കിൽ ആയുധശേഖരം വിപുലപ്പെടുത്തുക എന്നുള്ളതൊക്കെ ആയിരിക്കാം സാധാരണ ഇതിൽ ചെയ്യുക. അതേസമയത്ത് ഈ ഉപരോധം കാരണം എന്ത് സംഭവിച്ചു? സ്വന്തമായി രാജ്യത്തിനകത്ത് നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്ത് അവർ ഒരു മുന്നേറ്റം ഉണ്ടാക്കി. അത് ലോകത്തെ മുഴുവനും ഞെട്ടിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഉപരോധം കാരണം യഥാർത്ഥത്തിൽ ഇറാനൊരു ഉപകാരമുണ്ടായി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിനർത്ഥം. പിന്നൊന്ന്, സ്വാഭാവികമായും ഇസ്രായേൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്രായേൽ, അമേരിക്ക ഇവരൊക്കെ ഏത് സമയം തങ്ങളെ ആക്രമിക്കും എന്നൊരു ഭയവും അല്ലെങ്കിൽ എന്നൊരു കരുതലും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ അവരുടെ അടുത്തുണ്ട്. സ്വാഭാവികമായിട്ടും അവർ ഏത് സമയം തയ്യാറായി നിൽക്കായിരിക്കാം. ഏത് സമയം ആക്രമണം ഉണ്ടാകുമെന്ന പ്രശ്നങ്ങളുണ്ടാകുമെന്ന പ്രതീക്ഷയിലും മുൻകരുതലിലായിരിക്കും അവരുടെ ജീവിതം. അവരുടെ ജീവിതം ഉദ്ദേശിച്ചത് ഭരണകൂടത്തിൻ്റെ മുന്നോട്ട് പോക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ആയുധങ്ങൾ സംഭരിച്ചിട്ടുണ്ട്, വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ആയുധങ്ങൾ എങ്ങനെ പ്രയോഗിക്കണമെന്നും എവിടെ പ്രയോഗിക്കണമെന്നും ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നും ഉണ്ടാക്കിയവരെക്കാൾ മറ്റാർക്കും അറിയില്ലല്ലോ. അത് ഉണ്ടാക്കിയവർക്ക് നന്നായിട്ടറിയാം. ഈ തരത്തിൽ വികസിച്ച് സൈനികമായിട്ട് ഇറാൻ എന്ത് ചെയ്തിട്ടുണ്ട്? മുൻപന്തിയിലെത്തിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ നിലവിലിപ്പോൾ സംഭവിച്ച ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ മേൽക്കൈ നേടാനുള്ള മറ്റൊരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇസ്രായേൽ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇൻ്റലിജൻസ് സംവിധാനം ഇറാൻ്റെത് വളരെ വലിയ വിജയമായിരുന്നു. അതിന് കാരണം ഇസ്രായേൽ ഇറാനിൽ ചെയ്തത് സൈനിക കമാൻഡർമാരെ വധിച്ചു. ഇങ്ങനെ തുടങ്ങി മർമ്മത്തടിക്കുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തിയത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും സൂക്ഷ്മമായിട്ടുള്ള ആക്രമണങ്ങളാണ് ഒരു രാജ്യത്തെ തകർക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണെന്ന് നന്നായി ആലോചിച്ച് ചർച്ച ചെയ്തിട്ടുള്ള ഒരു ആക്രമണമാണ് അവർ നടത്തിയത്. അതിൽ കുറേ തെറ്റും കുറേ ശരിയൊക്കെ ഉണ്ട് എങ്കിൽ പോലും ആ സമയത്ത് പോലും ഇറാൻ്റെ കഴിവിൽ അവർ പരാജയപ്പെട്ടു. ഇറാൻ്റെ കഴിവ് മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇറാൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി ഇറാൻ എന്ത് ചെയ്തു? ഇറാൻ തിരിച്ചടി കൊടുത്തതും ഇസ്രായേലിൻ്റെ മർമ്മത്ത് തന്നെയായിരുന്നു. അതൊരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല. ഇസ്രായേൽ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അത്ര വലിയ രൂപത്തിലുള്ള തിരിച്ചടി കൊടുത്തു. എങ്ങനെ? ഇസ്രായേലിൻ്റെ സൈനിക സ്ഥലങ്ങളിൽ എങ്ങനെയാണോ ഇപ്പുറത്ത് ഇറാനിൽ അവർ ഇസ്രായേൽ ആക്രമണം നടത്തിയത് അതുപോലെ തിരിച്ചടിക്കാൻ തുടങ്ങി. എയർപോർട്ടുകളിൽ, സൈനിക കേന്ദ്രങ്ങളിൽ, ഗവേഷണ കേന്ദ്രങ്ങളിൽ, അതുപോലെ തന്നെ ലാബുകളിൽ, ജൈവായുധ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസിലൊക്കെ കണ്ടിരുന്നു. ഇങ്ങനെ തുടങ്ങി പ്രതിരോധ സംവിധാനങ്ങളിൽ, മൊസാദിൻ്റെ ആസ്ഥാനത്തേക്ക് വരെ ഇങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഇറാൻ്റെ മിസൈലുകൾ വന്ന് പതിച്ചു, സ്ഫോടനമുണ്ടായി, വലിയ നാശനഷ്ടമുണ്ടായി. ഇത് ഇസ്രായേൽ പ്രതീക്ഷിച്ചിട്ടില്ല. ഈ രൂപത്തിൽ ഇത്രയും കൃത്യതയോടുകൂടി ഇറാൻ്റെ മിസൈലുകൾ വരുമെന്നും ഇസ്രായേലിൽ നാശനഷ്ടമുണ്ടാക്കുമെന്നും, ഇസ്രായേലിൽ നിന്ന് മാത്രമല്ല ഇസ്രായേലിനുള്ളിൽ അവർ പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന ടെൽ അവീവ് നഗരത്തിൽ ഇത്തരത്തിലുള്ള ഒരു മിസൈൽ പോയിട്ട് ഒരു വെടിയുണ്ട വരുന്ന പോലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല. ആ സ്ഥാനത്താണ് വളരെ കൃത്യതയോടുകൂടി ഇറാൻ്റെ മിസൈൽ വരുന്നത്. സ്വാഭാവികമായിട്ടും ഇസ്രായേൽ പതറി. ആ പതർച്ചയിൽ നിന്ന് പിന്നീട് അവർക്ക് പ്രതിരോധം മാത്രമല്ല, യുദ്ധവും പ്രതിരോധവും അതിന് പുറമെ രക്ഷാപ്രവർത്തനവും. ഈ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ഏകോപിപ്പിക്കണം. അതിൽ സൈനികർ ഇടപെടണം, അതിൽ മിനിസ്ട്രി ഇടപെടണം, ഗവൺമെൻറ് തലത്തിലുള്ള എല്ലാ വിഭാഗങ്ങളും അതിൽ ഇടപെടണം.
സ്വാഭാവികമായിട്ടും അവർക്ക് ഈ യുദ്ധത്തിനിടയിൽ ആക്ഷൻ വേണം, അതുപോലെ തന്നെ പ്രതിരോധം വേണം, അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങി പല കാര്യങ്ങളിലേക്കും ചിന്ത പോകേണ്ടതായിട്ട് വന്നു. രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അറിയാലോ, ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചാൽ അതുവരെ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന സ്വന്തം നാട്ടുകാർ പോലും തിരിഞ്ഞു നിന്ന് ചോദ്യം ചെയ്യും ഭരണാധികാരികളെ. കാരണം ഓരോരുത്തർക്കും സ്വന്തം വേദനിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രയാസങ്ങൾ തിരിയുക. യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കുമ്പോഴേ അതിൻ്റെ പ്രയാസങ്ങൾ തിരിയുള്ളൂ. അല്ലാത്തവർക്ക് എപ്പോഴും ഇതൊരു വീഡിയോ ഗെയിം പോലെയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു നഷ്ടം, ഇത്തരത്തിലുള്ള സ്ഫോടനങ്ങൾ ടെലവീവിലും ഇസ്രായേലിലെ പല നഗരങ്ങളിലും സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ഇസ്രായേലിലെ ജനത ഭരണകൂടത്തിനെതിരെ തിരിയും. അപ്പോൾ ഈ യുദ്ധത്തിനിടയിൽ ഇത്തരം പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനും എന്ത് ചെയ്യണം, ഭരണകൂടം മെനക്കെടേണ്ടതായിട്ട് വന്നു. ഇത്തരത്തിൽ ഇസ്രായേലി ഭരണകൂടം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത തരത്തിൽ യുദ്ധത്തിൻ്റെ ഗതി മാറി. ഇറാൻ്റെ ആക്രമണങ്ങൾ വന്നു. അത്തരത്തിലുള്ള തിരിച്ചടിയൊന്നും അവർ പ്രതീക്ഷിച്ചതല്ല. അയൺ ഡോമും താടും ആരോ സംവിധാനവുമൊക്കെ തങ്ങളെ കാത്തുകൊള്ളും, തങ്ങൾക്ക് സുരക്ഷയൊരുക്കും എന്നുള്ള അതിയായ വിശ്വാസമുണ്ടല്ലോ. ആ വിശ്വാസത്തിൽ ദൈവികമായ ഇടപെടൽ നടന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നത് തന്നെയാണ് ശരി. പറഞ്ഞതിനർത്ഥം ഒരാൾക്കും ഒരു രാജ്യത്തിനും ആയുധത്തിൻ്റെ ബലത്തിൽ അഹങ്കരിച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിൽ കയറി തിരുവാതിര കളിക്കാൻ അധികകാലം കഴിയില്ല. ഒരു ഭരണകൂടവും ഒരായുധവും സുസ്ഥിരമല്ല. പോലീസ് സംവിധാനം എത്രത്തോളം പുതിയ അപ്ഡേഷൻ കൊണ്ടുവരുന്നുവോ അതുപോലെ തന്നെ കള്ളന്മാരും അപ്ഡേറ്റ് ആകും. അതിന് കവച്ചു വെക്കുന്ന തരത്തിലുള്ള മോഷണങ്ങൾ അവർ നടത്തും. എന്ന് പറയുന്നത് പോലെ ഒരായുധം, ഒരു ആരോ കൊണ്ടുവന്നാൽ, അയൺ ഡോം കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും ശത്രു രാജ്യങ്ങൾ അത് മനസ്സിലാക്കും. അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെ കണ്ടെത്താം, എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് അവർ ചിന്തിക്കും. അത്തരത്തിൽ ഇറാൻ ചിന്തിച്ചു, എങ്ങനെ അയൺ ഡോമിനെ മറികടക്കാം. സ്വാഭാവികം ചിന്തിക്കല്ലോ. ഇസ്രായേലിൻ്റെ അടുത്ത് ഏത് സമയത്തും അക്രമം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ്, ചിന്തയിലാണ് ഇറാനിയുടെ ഭരണകൂടമെങ്കിൽ, സൈനികരെങ്കിൽ സ്വാഭാവികമായിട്ട് ഇസ്രായേലിൻ്റെ പ്രതിരോധ സിസ്റ്റങ്ങളിൽ എന്തൊക്കെ പാളിച്ചകൾ ഉണ്ടാകും, അതിനെ എങ്ങനെ ഓവർടേക്ക് ചെയ്യാം, അതിനെങ്ങനെ കൺഫ്യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ശത്രു രാജ്യങ്ങൾ അതിന് പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ വികസിപ്പിച്ചു. ഇങ്ങനെ പലതരത്തിലുള്ള ഫാക്റ്റുകൾ കൂടി ചേർന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇറാൻ ഇതിലൊരു മേധാവിത്വം വന്നത്. ഇസ്രായേലിന് ആ സമയത്ത് തിരിച്ചടി കിട്ടിയപ്പോഴുണ്ടായ പതർച്ച, ആ പതർച്ച കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് കൂടിക്കൂടി വന്നു. സ്വാഭാവികമായിട്ടും അമേരിക്കക്കും തിരിഞ്ഞ് ഈ തരത്തിൽ പോകുകയാണെങ്കിൽ ഒരാഴ്ച മതി ടെലവീവ് നശിച്ചു പോകാൻ. കാരണം മർമ്മത്താണ് ഇറാൻ അടിക്കുന്നത്. സ്വാഭാവികമായിട്ടും യൂറോപ്യൻ യൂണിയൻ ആ സമയങ്ങളിലാണ് യൂറോപ്പിലെ പല രാജ്യങ്ങളും വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകില്ല, അത് ഇസ്രായേലിൻ്റെ തകർച്ചയ്ക്ക് വഴിവെച്ചേക്കും. ഇറാൻ്റെ കഴിവിൽ ബോധവാന്മാരായിരുന്നില്ല പല രാജ്യങ്ങളും എന്ന് ആ സമയങ്ങളിലാണ് ബോധ്യപ്പെടുന്നത്.